ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ ഈ ഒരു 500 രൂപ കൊണ്ട് എങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് തീർക്കാന്നാണ് പറയാൻ പോണത്. എങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിച്ചു നോക്കാം. അങ്ങനെ ഇപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാനൊരു ഹോട്ടലിൽ കയറി വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി 4 ദോശയും ഒരു ചായയാണ് ഞാൻ വാങ്ങി കഴിച്ചത്. അതുകൊണ്ട് രാവിലെ തന്നെ ദോശയ്ക്കും ചായക്കും കൂടെ 60 രൂപ ചെലവായി. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാതെ കുറച്ച് പ്രോട്ടീൻ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് വേറൊരു കടയിൽ കയറി 5 പുഴുങ്ങിയ മുട്ട ഞാൻ വാങ്ങി കഴിച്ചു. 5 മുട്ടയിൽ 30 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അതിനുശേഷം ഈ ഒരു മുട്ടയ്ക്ക് 60 രൂപയാണ് വില വന്നത്. അതുകൊണ്ട് ആ ഒരു പൈസ കൊടുത്തതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ പോയി. അതിനുശേഷം സമയം ഇപ്പൊ ഉച്ചയായി. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ നേരെ പൈസ എടുത്ത് ഞാനിപ്പോ നേരെ വീട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോയത്. അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ വേണ്ടി വാങ്ങിയത് ഒരു ഊണും ഒരു മീൻ വറുത്തതും ആയിരുന്നു. അങ്ങനെ ഇപ്പൊ ഊണും മീൻ വറുത്തതും വയറ് നിറയെ കഴിച്ചതിന് ശേഷം ഇവിടെ ഇതിന് ബില്ല് വന്നത് 100 രൂപയായിരുന്നു. അതും കൂടെ കൊടുത്തപ്പോ ഇനി എന്റെ വെറും 250 രൂപ മാത്രമേ ഉള്ളൂ. ഇനി ഇതുകൊണ്ട് വേണം വൈകുന്നേരത്തെയും രാത്രിത്തേക്ക് കാര്യങ്ങൾ നോക്കാൻ. അതിനുശേഷം വയറ് നിറയെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഉച്ചയ്ക്ക് എനിക്ക് നല്ല ഉറക്കം വന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാൻ സുഖമായിട്ട് ഒന്ന് കിടന്നുറങ്ങി. അതിനുശേഷം വൈകുന്നേരം ഞാൻ ഉറക്കമൊക്കെ എണീറ്റ് മുഖമൊക്കെ കഴുകി ചായ കുടിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് വണ്ടി എടുത്ത് ഞാനിപ്പോ ചായക്കടയ്ക്ക് പോവാണ്. അങ്ങനെ ഇപ്പൊ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി ഞാനിപ്പോ ഈ ഒരു ചായക്കടയ്ക്ക് വന്ന് ഒരു ഗ്ലാസ് ബൂസ്റ്റും പിന്നെ ഒരു പാലും വെള്ളമാണ് ഞാൻ കുടിച്ചത്. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ ബില്ല് വന്നത് 30 രൂപയായിരുന്നു. ഇനി എന്റെ 500ന്റെ ബാക്കി വെറും 250 രൂപ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സമയം ഒന്ന് രാത്രി ആയതും ബാക്കി വന്ന 250 രൂപ എടുത്ത് ഞാൻ നേരെ പോയത് ഈ ഒരു മന്തിക്കിടക്കായിരുന്നു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു ക്വാർട്ടർ പെരി പെരി മന്തിക്ക് കറക്റ്റ് 250 രൂപയുള്ളൂ. അതുകൊണ്ട് 500ന്റെ ബാക്കി വന്ന 250 രൂപ കൊടുത്ത് ഈ ഒരു മന്തി വാങ്ങിയതിന് ശേഷം എന്റെ ഈ ഒരു 500 രൂപ ചലഞ്ച് ഞാൻ ഈ ഒരു മന്തി കഴിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.